സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയുള്ള പത്തനംതിട്ടയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ ഉള്ളത്. പത്മകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും മാധ്യമങ്ങളോടുള്ള പ്രതികരണവും ഗുരുതരമായ അച്ചടക്ക ലംഘനം എന്നാണ് വിലയിരുത്തൽ. മറ്റന്നാൾ ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ചർച്ചയാകും. എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ജയ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എ പത്മകുമാർ എന്നൊരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ തന്നെ ആ പോസ്റ്റ് FB പോസ്റ്റൊക്കെ പിൻവലിക്കുന്നത് കണ്ടു. പക്ഷേ സമ്മേളനം പൂർത്തിയാകും മുൻപേ തന്നെ ആ സമ്മേളന നഗരിയിൽ നിന്നും തിരിച്ചു പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ CPM നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് പത്മകുമാറിന്റെ ഉദ്ദേശം? പാർട്ടി ഇടാനുള്ള നീക്കങ്ങളുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രജിൻ, സ്മിത. എന്തായാലും പത്മകുമാർ കടുത്ത അതൃപ്തിയിലാണ്. കാരണം 52 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും തനിക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന കമ്മിറ്റിയുടെ പട്ടിക വന്നതിന് പിന്നാലെയാണ് കൊല്ലത്തെ വേദിയിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിലേക്ക് തിരിക്കുന്നു. എന്തായാലും പത്മകുമാറിന്റെ ഇറങ്ങിപ്പോക്കുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ കടുത്ത അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. പത്മകുമാറിനെതിരെ നടപടി വേണമെന്നാണ് ഒരു വിഭാഗം എന്തായാലും നിലവിൽ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റന്നാൾ ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്യും. ഈ പത്മകുമാർ ഫേസ്ബുക്ക് പോസ്റ്റും ഒപ്പം തന്നെ മാധ്യമങ്ങളോടുള്ള പ്രതികരണവും ഗുരുതര അച്ചടക്ക ലംഘനമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കാരണം 24-നോടാണ് അദ്ദേഹം ആദ്യമായി സംസാരിക്കുന്നത്. പിന്നീടാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിനുശേഷം മുഴുവൻ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ചയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മാധ്യമ പ്രതികരണം കടുത്ത അച്ചടക്ക ലംഘനമായാണ് പാർട്ടി വിലയിരുത്തുന്നത്. എന്തായാലും പത്മകുമാറുമായി ഔദ്യോഗികമായി ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നാണ് പാർട്ടി നിലവിൽ പറയുന്നത്. ഒപ്പം തന്നെ പത്മകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് സ്വന്തം തീരുമാനപ്രകാരമാകാമെന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയം പത്തനംതിട്ടയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ വലിയൊരു വെട്ടലുണ്ടായി. ഇപ്പോൾ സംസ്ഥാന സമിതി എന്നൊരു ആഗ്രഹവും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായാലും പത്മകുമാറിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കുന്നത് കൗതുകകരമാണ്. അദ്ദേഹം ഇന്ന് പത്തനംതിട്ടയിൽ തിരിച്ചെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം പത്തനംതിട്ടയിൽ വെച്ച മാധ്യമങ്ങളെ കാണുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പത്മകുമാർ എങ്ങോട്ട് എന്നൊരു ചോദ്യചിഹ്നമായി അവിടെ തന്നെ കിടക്കുകയാണ്. അതിനുള്ള ഉത്തരം വരും മണിക്കൂറിൽ ഉണ്ടാകും. എന്തായാലും വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവാണ് പത്മകുമാർ. ദേവസ്വം പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്? അതുകൊണ്ട് അടുത്ത നീക്കം അത് രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. പുറത്തേക്കാണോ, അതാണെങ്കിൽ തന്നെ എങ്ങോട്ട് എന്നുള്ള ചോദ്യമുണ്ട്.